ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് രാജ്യം കാക്കുന്നവർക്ക് ഞങ്ങളുടെ സല്യൂട്ട് അതെല്ലാം പറയുന്നുണ്ട്. വാക്കാൽ പറയാൻ ഭയങ്കര എളുപ്പമാണ് സർ. അതിനകത്തുണ്ടാവുന്ന പെയിൻ എന്താണെന്നുള്ളത് ഈ പറയുന്ന എനിക്കും ഒരു ലിമിറ്റ് വിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ സാറിന് അതിൻ്റെ അകത്ത് ഡെപ്ത് അറിയാൻ പറ്റും. അതൊന്ന് സാറിന് പറയാൻ പറ്റും. ആ ഡെപ്ത് എന്നത് ചിലപ്പോൾ മനസ്സിലായിട്ടാണോ അത് പ്രകടിപ്പിക്കാത്തതാണോ അല്ലെങ്കിൽ അത് മനസ്സിലായിക്കൊണ്ട് അത് എൻ്റെ ഉത്തരവാദിത്തമല്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കുറേ പേർ ഇപ്പം മേഡം പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാറ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, നമ്മളെല്ലാവരും സ്വതന്ത്രരായി, നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രത നേടിയെന്ന്. ആത്മാഭിമാനത്തോടെ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ സ്വാതന്ത്ര്യം വരവേറ്റു. പക്ഷേ ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്താളുകളിലൂടെ ഇന്നും വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൂടെ ആയാലും മറ്റുള്ള തലങ്ങളിലായും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും അതിനുവേണ്ടി പോരാടിയ മഹാത്മാക്കളെക്കുറിച്ചും വീരയോദ്ധാക്കളെക്കുറിച്ചും സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. പലതരങ്ങളിലും പല വിഷയങ്ങളിലും പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആസാദി കാ അമൃത് മഹോത്സവം ആഘോഷിച്ചത്, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം. ഈ 75 വർഷക്കാലത്തോളം സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം 8 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാജ്യത്തും നിന്നും ആക്രമണങ്ങളില്ലാതിരുന്നിട്ടില്ല. മറ്റുള്ള ശത്രു സൈനികളായിട്ടും ടെററിസ്റ്റുകളായിട്ടും മറ്റുള്ള തരങ്ങളിലും നമ്മുടെ രാജ്യത്ത് 360 ഡിഗ്രി ആംഗിളിൽ പല സ്ഥലത്തു നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് ഈ 75 വർഷക്കാലത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു വന്നത്, അല്ലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുത്തിട്ട് ജീവൻ കളഞ്ഞ് രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷികളായിട്ടുള്ളത് ആയിരക്കണക്കിന് സൈനികർ മാത്രമാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ ജീവൻ ബലി കൊടുത്തവരെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. എത്രയെത്ര വീരപുരുഷന്മാരാണ് ഞങ്ങൾക്കുള്ളത്, എത്രയെത്ര ധീര സൈനികരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് പഠിച്ചു വളർന്ന ഒരു കുട്ടി ഇന്ന് നമ്മളൊക്കെ കോമൺ ആയിട്ട് എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ കുട്ടികളിൽ 90%, 99% കുട്ടികളും പറയും ഞാൻ രാജ്യത്തേക്കാകുന്ന ഒരു സൈനികനാണ് ആവാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം വിരോചിതമായിട്ടുള്ള ത്യാഗത്തിൻ്റെ കഥകളാണ് ആ സൈനികരിലുള്ളത്. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറ് എൻ്റെ ഒരു തമാശ അല്ലെങ്കിൽ ഞാനൊരു ജോക്ക് എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കാറ്, നമ്മുടെ ഇപ്പോൾ ഇതിനടുത്ത കാലത്ത് പാലക്കാട് മലമ്പുഴയിൽ വെച്ച് ഒരു പാറമടയിൽ ഒരു ബാബു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാകപ്പെട്ടു. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് സൈന്യത്തെ വിളിച്ചു. വെല്ലിംഗ്ടണിൽ നിന്ന് മദ്രാസ് റെജിമെൻറ്റിലെ ഒരു 15 സൈനികർ വന്നു. ആ സൈനികർ വന്ന് 3 മണിക്കൂർ കൊണ്ട് ബാബുവിനെ താഴെ ഇറക്കി ബാബുവിനെ ഹെലികോപ്റ്ററിൽ കയറ്റി. ബാബു പറഞ്ഞു വീണ്ടും ഞാൻ സൈന്യത്തിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ കണ്ടതും അതിനെ തുടർന്നുള്ള ഒരു വീക്കിൽ കണ്ടത് രാജ്യത്തെ സൈനികരെ കുറിച്ച് പുകഴ്ത്തുന്നതും സൈനികരില്ലെങ്കിൽ ഏത് മേഖലയിലും ഏത് പ്രതിസന്ധിയിൽ അവർ രക്ഷിക്കുമെന്നാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറ് എല്ലാ മാസവും ഓരോ ബാബുമാർ ഇതേപോലുള്ള പാറമടയിലും കയറണേ, അപ്പോഴെങ്കിലും നമ്മുടെ സൈന്യത്തെ കുറിച്ച് ഓർക്കുമല്ലോ എന്ന്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഞാനൊരു സജഷൻ പോലെ, എനിക്ക് അറിവില്ല പക്ഷെ എങ്കിലും ഒരു സജഷൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സാർ പറഞ്ഞല്ലേ ഈച്ച് ആൻഡ് എവറി വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വേണം എന്നുള്ളത്. അപ്പോൾ ഈ കൊറിയയിലൊക്കെ ഒരു പുതിയൊരു നിയമമില്ലേ സാർ, എന്താ ഒരു 12th കഴിയുമ്പോഴോ ഒരു ഗ്രാജുവേഷൻ കഴിയുമ്പോഴോ ആർമിയിൽ 1 വർഷം മുഴുവൻ വർക്ക് ചെയ്യണം, പിന്നെ അവരുടെ ഇഷ്ടം. അല്ല, മറ്റുള്ള രാജ്യങ്ങളിലുണ്ട് അത്. അതേപോലെ നമ്മുടെ ഇവിടെ വന്നാലും നമ്മുടെ ഇവിടെ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്ര 4 വർഷം കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ, ഒരു പെർസെൻറ്റേജ് കുട്ടികളെ നിർത്തും. ബാക്കിയുള്ള കുട്ടികളെ മറ്റുള്ള രീതിയിൽ അവരുടെ അത് നമ്മൾ ഇഷ്ടത്തോടെ ചേരുന്നതല്ലേ. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ 10th 12th അങ്ങനെ പഠിക്കുന്നത് പോലെ രാജ്യത്തെ 1 വർഷം സേവിച്ചൂടെ? അതൊരു പിന്നെ അവർ നിൽക്കാതെ അവരുടെ ഇഷ്ടം. പക്ഷേ സർ ഈച്ച് ആൻഡ് എവറി വീട്ടിലേക്ക് ആ ഒരു മൂല്യം മനസ്സിലാവും. അതെ, തീർച്ചയായും. അപ്പം മാഡത്തിന്റെ ആഗ്രഹം നല്ലത് തന്നെയാണ്. പക്ഷെ ഇതാരും നടപ്പാക്കും? അതാണ് ചെറിയ അറ്റം തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു ചെറിയൊരു വീട്ടിലിരിക്കുന്ന അമ്മ പറയുന്ന ഒരു അഭിപ്രായം. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു പാട്രിയോട്ടിസം എന്നത് തികച്ചും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യേണ്ടതോ അല്ല, ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ ഒരു UN മിഷനുമായി ബന്ധപ്പെട്ട് സൗത്ത് സുഡാൻ പോകാൻ ഇടയായി. സുഡാൻ എന്ന് പറയുന്നത് ഒരു UN അണ്ടറിലുള്ള ആളാണ്. അത്രയും ബാക്ക്വേർഡായിട്ടുള്ള
അത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ UN അണ്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പയ്യൻ അങ്ങനെ നമ്മുടെ അവിടെ ഹെൽപ്പ് ഇത് ചെയ്യുന്ന ഒരു പയ്യനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ഓണം ആ സമയത്താണ് ഞാൻ പോയത്, ഓണം ഒന്ന് വിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്, ഓണത്തിന് വിഷ് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് ഐ ലവ് യു സുഡാൻ, ഹാപ്പി ഓണം. അപ്പോൾ ഐ ലവ് യു സുഡാൻ, ഹാപ്പി ഓണം. അവൻ ആദ്യത്തെ അവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമ്മളിവിടെ എത്ര പേര് വിദേശത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കും. അപ്പോൾ ആ ഒരു മൂല്യം ഞങ്ങൾ പഠിപ്പിക്കണം. ടു ബി ഫ്രാങ്ക്, ഞാനൊരു വീട്ടമ്മയാണ്, ഒരമ്മയാണ്. എൻ്റെ മക്കളില് 3 പേരില് 2 പേർക്ക് NDAയിൽ ചേർക്കണം എന്ന് ഏട്ടന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഏട്ടൻ ഇങ്ങനെ NDAയിലേക്ക് വിടാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരമ്മ സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്. ഞാൻ അപ്പം ചിന്തിച്ചു, ഏട്ടാ അവൻ NDAയിൽ പോയാൽ യുദ്ധത്തിനൊക്കെ പോണ്ടി വരില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ശരിക്കും ഇതുപോലെ എല്ലാ അമ്മമാരും ചിന്തിക്കില്ലേ? അപ്പൊ അവനെ NDAയിലേക്ക് വിടാൻ എനിക്കൊരു കോൺഫിഡൻസ് സാറിന് തരാൻ പറ്റുമോ? നമ്മുടെ ഒരു നാഷണാലിറ്റി, നേഷനോടൊരു സ്നേഹം, ഒരു പാട്രിയോട്ടിസം അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എൻ്റെ മകന് ഏറ്റവും ഉചിതമായിട്ട് രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കിട്ടുകയാണെങ്കിൽ അവനെ ആ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കും. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുക എന്നത് അത് നമുക്ക് സാങ്കല്പികം മാത്രമാണ്. എന്തും സംഭവിക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ എന്തും സംഭവിക്കാം. പെട്ടെന്ന് ഈ സൈക്ലോൺ വരുന്ന സമയങ്ങളിൽ ചെന്നൈയിൽ ഇപ്പോൾ സൈക്ലോൺ വന്നു. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്ത് നേഷനെ സംരക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്നത്, എനിക്കത് മനസ്സിലായത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേസറിൽ ഒരു അവലാഞ്ച് ഉണ്ടായപ്പോൾ അതിൻ്റെ അകത്തകപ്പെട്ടിട്ടുള്ള 10 സൈനികർ മരണപ്പെട്ടു. അവിടെ നമ്മുടെ ഒരു കൊല്ലത്തുള്ളൊരു സൈനികൻ ഉണ്ടായിരുന്നു, ഒരു സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവനവിടെ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ അവസ്ഥയിൽ പോലും വീടുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഏർപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഡെലിവറി നടക്കുന്ന സമയം വരെ ഒരു 3 പ്രാവശ്യം മാത്രമേ അവന് കുടുംബമായി സംബന്ധിക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു മകൾ പിറന്നു. അമ്മയോട് ഫോൺ വിളിച്ചു. അമ്മ പറഞ്ഞു, മകനെ നിനക്കൊരു മകൾ പിറന്നു, നിനക്ക് ആ മകളെ കാണണ്ടേ? അപ്പോൾ സുധീഷ് അമ്മയെ കാണണം. പക്ഷേ ഒരു ഉത്തമ സൈനികൻ എന്ന ഉത്തരവാദിത്വത്തോടുകൂടി ആ സൈനികൻ പറഞ്ഞത്, ഞാനിപ്പോൾ ലീവിന് വന്നതാ, എന്നെപ്പോലെ ഇതുവരെ ലീവിന് വരാത്ത 2-3 സൈനികരുണ്ട്, അവർ ലീവിന് പോയി വന്നു കഴിഞ്ഞാൽ അമ്മയെ വരാമെന്ന്. പക്ഷെ അവിടെ അമ്മ, എൻ്റെ മകൻ മാത്രമല്ല സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്, അമ്മ കൂടി ജോലി ചെയ്യുന്നുണ്ട്, കുടുംബം ഒന്നടങ്കം ചെയ്യുന്നുണ്ട്. കാരണം എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ യാതനകളൊന്നും മകനെ അറിയിക്കാതെ എൻ്റെ മകൻ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽക്കുന്നത് എന്ന് ബോധമുള്ള ആ മാതാവ് പറഞ്ഞത്, മകളുടെ ചോറൂണിന് വന്നാൽ മതിയെന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുധീഷിന് മകളുടെ ചോറൂണിന് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിനിടയിൽ മരണം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷമായപ്പോൾ ആ കുടുംബത്തെ ഞാൻ ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ കാണാനിടയായി. പിഞ്ചു മകൾ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും അമ്മയും അച്ഛനും ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹാങ്ങർ ചോദിച്ചു, മകൻ മരിച്ചതിൽ ദുഃഖമില്ലേ എന്ന് അച്ഛനോട് ചോദിച്ചു. അപ്പം ഞാൻ ഒരു സൈനിക എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക? കാരണം അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ അച്ഛൻ പറഞ്ഞത് ഒട്ടും വിഷമിക്കാതെ, എൻ്റെ മകൻ മരിച്ചതിൽ ദുഃഖമുണ്ട്, അതിനേക്കാളേറെ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മകൻ മരിച്ചത് രാജ്യസേവനത്തിനിടയിലാണ്. പക്ഷെ മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിലൂടെ എൻ്റെ മകനെയും ഈ രാഷ്ട്രത്തെയും ഞാൻ എന്നും കാണുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏതാണ് ആ സൗഭാഗ്യം എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ വിരിനെഞ്ചിൽ പൊതുപ്പിച്ച രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ത്രിവർണ്ണ പതാകയാണ് എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നത്. അതെ, അതാണ് സത്യം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു സൈനികൻ വീരമുറ്റ് വരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ആസാദി കാ അമൃത് മഹോത്സവ് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഉയർത്തിയ രാജ്യത്തിൻ്റെ അഭിമാന ത്രിവർണ്ണ പതാക, അതിൻ്റെ കുടക്കീഴിൽ നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ ആ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ട് ആ സൈനികനെ വീട്ടിലെത്തിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആദരവ് രാജ്യത്തിൽ നിന്ന് കിട്ടാനില്ല, കൊടുക്കാനില്ല. ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു റെസ്പെക്റ്റ് കിട്ടുക അപൂർവം ചില ആൾക്കാർക്ക് കിട്ടും. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെയാണ്
എപ്പോഴും മാഡം ധൈര്യമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, മകനെ സൈന്യത്തിൽ അയക്കണം. തീർച്ചയായിട്ടും അവൻ ആ ഒരു യൂണിഫോം ഇട്ട് വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അപ്പുറം പ്രൗഢഗംഭീരമായിട്ട് മറ്റുള്ളവർ മുന്നിൽ തലയെടുപ്പോടുകൂടി മാഡത്തിന് പറയാം. സർ ഇപ്പം എന്താ അറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നു. ഞാനൊരു ബ്രേക്ക് എടുക്കാം. എന്താണെന്നറിയോ, സാറിന് ഫുഡ് എടുത്തോണ്ട് വരാം. ഇനി ഇവിടെ ഇരുന്നാൽ ഞാൻ ചിലപ്പോൾ പൊട്ടിക്കറിയും. Ali's Kitchen. Let's cook with love.